ദൈവസനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് നൽകിയതിനായി കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നു മുതൽ കണ്ടിന്യൂസ് ആയി ചില ദിവസങ്ങൾ വേദപുസ്തകത്തിലെ പ്രവചന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഭാവികാല പ്രയോഗത്തിൽ തിരുവെഴുത്തുകളെ പഠിക്കുവാനും പരിശോധിക്കുവാനും കർത്താവിൽ ആശിക്കുന്നു. അതിനാധാരമായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കുന്നത്. प्रत्येक रूप से परमेश्वर की पवित्र नाम की स्तुति हो. पुराने नियम की और नया नियम की भविष्य काल की कुछ विषयों के बारे में पढ़ने को परमेश्वर की पवित्र आत्मा मुझे अगुवाई दिया. इसलिए और भविष्य काल की बातों को प्रत्येक रूप से दानियल की पुस्तक से आधार पर पढ़ने को इच्छा प्रकट करते. ഈ ക്ലാസുകൾ 3 ഭാഷയിൽ ഒരേപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയിലായിരിക്കും. ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. प्रत्येक रूप से इस प्रकार की कार्यक्रम अरेंज किया परमेश्वर के दास जयन उनकी परिवार को और करमेल मीडिया विशन को प्रत्येक रूप से हमारे दिल से हम आभारी है. आज थोड़ी सी देर आधा घंटे देरी से शुरू होने में माफी मांगता हूँ. ഇന്ന് അരമണിക്കൂർ ലേറ്റായിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. കാരണം മറ്റൊരു പ്രോഗ്രാം അവിചാരിതമായി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. നാളെ മുതൽ കൃത്യമായി 11 മണിക്ക് തന്നെ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ്. दानियल की पुस्तक पुराने नियम की 27वां पुस्तक है और പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമെങ്കിൽ പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം. और पुराने नियम की 27वां पुस्तक है दानियल का पुस्तक. नया नियम की 27वां पुस्तक है प्रकाशित वाक्य. इसलिए ये दोनों में बहुत सारे പാരലലിസം है. അതുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളിലും വളരെ പാരലായിട്ട് നിൽക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. और इंट्रोडक्टरी में आज 2-3 दिन में उसकी भूमिका के कुछ बातों को हम देखने जा रहा है. इंट्रोडक्टरी പാർട്ടായിട്ട് ചില ഭാഗങ്ങൾ നമ്മൾ പ്രവചന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് പ്രവചനം? വാട്ട് യു മീൻ ബൈ പ്രൊഫസി? പ്രൊഫസി അല്ലെങ്കിൽ പ്രവചനത്തെ പഴയ നിയമ ദൈവശാസ്ത്ര വിചാരം അനുസരിച്ച് 2 തരത്തിലാണ് പ്രവചന വിഷയങ്ങളെ പഠിക്കുന്നത്. or when you study about the prophecy there are 2 ways the prophecy can be studied. 2 തരത്തിലാണ് പ്രവചന വിഷയങ്ങൾ और इसलिए और भविष्यवाणी 2 रीति से हमारे सामने बाइबल पुराने नियम की दैव ईश्वर शास्त्र में पढ़ने से पता चलते. When you study the Old Testament theology, the prophecy is defined in 2 ways. Number 1 is it speaks about ഒന്നാമത്തെ കാര്യം ഫോർത്ത് ടെല്ലിംഗ് എന്നാണ് പറയുന്നത്. പഹലെ ബാത് ജോ ഹെ ഫോർത്ത് ടെല്ലിംഗ്. ഫോർത്ത് ടെല്ലിംഗ് എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോഴത്തെ അല്ലെങ്കിൽ ആ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ സാമൂഹ്യ മത രാഷ്ട്രീയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ വിഷയങ്ങളെ വിശ്ലേഷണം ചെയ്ത് ജനത്തിനൊരു മാനസാന്തരം വരുത്തി വെക്കുന്നതിനാണ് ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറയുന്നത്. पहला शब्द जो है फोर्थ टेलिंग का मतलब जो है उस समय की पॉलिटिकल, सामाजिक और धार्मिक विषयों के आधार पर भविष्य देखता, लोगों को मन फिराने के लिए चेतावनी देते, उसको बोलते हैं फोर्थ टेलिंग. രണ്ടാമതായി ഫോർത്ത് ടെല്ലിംഗ് 2 തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് the things which is going to happen and the things which is going to be imminently happened.
രണ്ട് തരത്തിലാണ് ഫോർ ടെല്ലിങ്ങിനെ കാണുന്നത്. പ്രഡിക്ഷൻസ് ആൻഡ് പ്രോഫസി എന്നാണ് പറയുന്നത്. ആസന്ന ദൂരഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏതാനും ചില നാളുകൾക്കകം സംഭവിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുമാണ്. ഉദാഹരണത്തിന് യിരെമ്യാ പ്രവാചകൻ പ്രവചിപ്പാനിടയായി തീർന്നു ഇസ്രായേൽ ബാബേലിന്റെ അടിമത്വത്തിലേക്ക് പോകുമെന്ന് ഉടനെ നടക്കേണ്ട പ്രവചനമാണെന്ന്. അതുപോലെ തന്നെ അദ്ദേഹം പറയുവാനിടയായി തീർന്നു ഒരു 70 വർഷം, 70-ാം ആഴ്ചവട്ടവുമുണ്ട്, 70 വർഷവുമുണ്ട്. അതുകൊണ്ട് പ്രവചനത്തെ അല്ലെങ്കിൽ ഫോർ ടെല്ലിംഗ് देयर आर 2 ways divided. ഫോർ टेलिंग को 2 രീതി से डिवाइड किया है. ഒന്നാമത്തെ കാര്യം तुरंत इम्मिनेंटली होने वाला घटना, और दूसरा जो है और भविष्य में बहुत लंबे समय के बाद जो होने वाला विषय. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഫോർ ടെല്ലിംഗ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഭാവികാല വിഷയങ്ങളെ നമ്മൾ വിശ്ലേഷണം ചെയ്ത് പഠിക്കുവാനാണ് ഈ ഒരു പഠന श्रृंखलയിലൂടെ ആഗ്രഹിക്കുന്നത്. इस लेसन के द्वारा मैं आपके सामने पेश करने को इच्छा प्रकट करते हैं. दानियल भविष्यद्वक्ता के द्वारा जो भविष्य में होने वाला और वर्तमान में हो रहा है उस विषयों के संबंध में कुछ बातों को आपके सामने रखना चाहता है. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വളരെ പ്രധാനമായിട്ട് പഴയ നിയമത്തിലെ ശക്തന്മാരായ പ്രവാചകന്മാരായിട്ട് പലരെയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വേദപുസ്തകത്തിൽ അബ്രഹാം, ദാനിയേൽ, മോശ മുതലായവരെ കാലഘട്ട പ്രവാചകന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയും ഒരു കാലഘട്ടം ആരംഭിച്ചു. അതുകൊണ്ട് in Old Testament there are 2 types of prophets. One is the prophets of the time and second one is the prophets of occasion. രണ്ട് തരത്തിലുള്ള പ്രവാചകന്മാരെയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ പ്രവാചകനെ കാലഘട്ട പ്രവാചകനെന്നും രണ്ടാമത്തെ പ്രവാചകനെ ഓരോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ വിലയിരുത്തുന്ന പ്രവാചകന്മാരെന്നുമാണ് അറിയപ്പെടുന്നത്. ഹോശിയ പ്രവാചകൻ, ആമോസ് പ്രവാചകൻ മുതലായ പ്രവാചകന്മാർ ഒക്കേഷണൽ പ്രോഫറ്റ്സ് ആണ്. കാരണം ആ കാലഘട്ടത്തിൽ നടന്ന രാഷ്ട്രീയ, മത, സാംസ്കാരിക അസംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പ്രവചിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദാനിയേൽ, എസെക്കിയേൽ മുതലായ പ്രവാചകന്മാർ ഭാവി കാലത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ വിലയിരുത്തി വിഷയാസ്പദമാക്കി സംഭവങ്ങളുടെ ഡേറ്റുകൾ, കാലങ്ങൾ, കാലം, സമയം ഇങ്ങനെയൊക്കെ കൃത്യതയോടുകൂടി കാര്യങ്ങളെ പ്രവചിപ്പാനിടയായി. അതുകൊണ്ട് അവരെ കാലഘട്ട പ്രവാചകന്മാർ എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ രണ്ട് തരത്തിലുള്ള പ്രവാചകനാണ്. ഹി ഈസ് ആൻ ഒക്കേഷണൽ പ്രൊഫറ്റ്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് എ പ്രോഫറ്റ് ഓഫ് ടൈം. സമയങ്ങളുടെയും അതുപോലെ സീസൺസുകളുടെയും പ്രവാചകനായിരുന്നു നമ്മുടെ കർത്താവ്. അവൻ വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ചും കർത്താവ് പ്രവചിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലായി ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം 3 തരത്തിലാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ കാണുന്നത്. There are 3 ways the prophet is seen in the Bible. 3 തരത്തിലാണ്. 3 രീതി से भविष्यद्वक्ता को परमेश्वर की पवित्र शास्त्र में देखा जाते हैं. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന സീർ എന്നാണ് പറയുന്നത്. സീർ എന്ന വാക്ക് പഹലെ ജോ ग्रुप भविष्यद्वक्ताओं को सीर कहते हैं. इसका जो मतलब है दर्शक बोलते हैं. അതിന്റെ അർത്ഥം സീർ എന്ന വാക്കിന്റെ അർത്ഥം ദർശകൻ എന്നാണ്. ശമൂവേൽ പ്രവാചകനെ ദർശകനായിട്ടും പ്രവാചകനായിട്ടുമാണ് കണ്ടിരുന്നത്. ഈ 3 രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന പ്രോഫറ്റ് അല്ലെങ്കിൽ നവി എന്നാണ് പറയപ്പെടുന്നത്. എബ്രായ ഭാഷയിൽ നവി എന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം കാര്യങ്ങളെ സൂക്ഷ്മമായി പ്രവചിക്കുന്നയാൾ,
ഏത് കാലഘട്ടത്തിലും പഴയ നിയമത്തിൽ पुराने नियम में कोई भी भविष्यवक्ता और उन्होंने क्रेडिबल विश्वास से योग्यता होने के लिए उनकी भविष्यवाणी जो मुंह से निकलते हैं और उसमें जरूर वो घटना हो जाएंगे. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ പ്രവാചകൻ തന്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ വാക്കിന് ഇടതടവില്ലാതെ there is no block of his word, it accurately and very flexibly അത് ആക്യുറേറ്റായി കൃത്യമായി അത് സംഭവിച്ചിരിക്കും. അതിനാണ് പ്രവാചകൻ നബി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ എബ്രായ വാക്ക് പ്രവാചകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹോഷ്യ എന്നുള്ള വാക്കാണ്. ഹോഷ്യ എന്നുള്ള വാക്കിന് അതിന് ശരിയായ അർത്ഥം वन हु इज राइटिंग द क्रॉनिकल्स. तीसरी शब्द जो है होशिया, उस शब्द का अर्थ है जो इतिहास लिखने वाला. ഇസ്രായേലിന്റെ ചരിത്രം ഒരാൾ എഴുതണമെങ്കിൽ if somebody has to write the history of Israel, it should be an authorized credible person writing. ഇസ്രായേലിന്റെ ഒരു ചരിത്രം ഒരാൾ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു ചരിത്രം ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ ആ മനുഷ്യൻ ഒരു പ്രവാചക ദൃഷ്ടി ഉള്ളവനായിരിക്കണം. അതുകൊണ്ടാണ് നാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അവസാനിക്കുമ്പോഴും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ പര്യവസാനിക്കുമ്പോഴൊക്കെയും അതുപോലെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പര്യവസാനിക്കുമ്പോഴും അതിന്റെ അവസാന വരികളിൽ അതിന്റെ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29 അധ്യായം പഹലെ ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 വേഴ്സ് 30 ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ദർശകനായ ശാമുവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നു. ഇവിടെ പറയപ്പെടുന്ന 3 പേർക്കും മലയാളത്തിൽ അങ്ങനെയുള്ള വാക്കാണ്. ഇംഗ്ലീഷ് में भी उस प्रकार हिंदी में भी ऐसी शब्द दिया गया है. तीनों को दर्शक और भविष्यवक्ता के रूप में दिया गया है. 3 പേർക്കും ദർശകൻ എന്നും പ്രവാചകനും എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എബ്രായ ഭാഷ അടിസ്ഥാനത്തിൽ ഒരാള് ഒരു വൃത്താന്തം എഴുതണമെങ്കിൽ, ഒരു ക്രോണിക്കിൾ പഴയ നിയമത്തിൽ ആധികാരികമായി എഴുതണമെങ്കിൽ അയാളുടെ പുസ്തകത്തെ ക്രെഡിബിളായി വിശ്വാസയോഗ്യതയോടുകൂടി ഇസ്രായേൽ സമൂഹം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം അംഗീകരിക്കപ്പെട്ട ഒരു ക്രോണിക്കിൾ ദർശകനായിരിക്കണം. അങ്ങനെ പഴയ നിയമത്തിൽ 3 തരത്തിലുള്ള വ്യക്തികളായിട്ടാണ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ കാണാൻ കഴിയുന്നത്. അതിൽ വളരെ വ്യത്യസ്തനായ എന്നാൽ ഈ 3 ഓഫീസുകളും ദാറ്റ് മീൻസ് സീർ ആൻഡ് പ്രോഫറ്റ് ഓർ നബി ആൻഡ് ഹോഷിയ, ഈ 3 ഓഫീസുകളും അല്ലെങ്കിൽ ദർശകൻ, പ്രവാചകൻ, ഹോഷിയ, ദർശക്, ഭവിഷ്യവക്ത, ഹോഷിയ, ഈ 3 ഓഫീസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. എസക്കേൽ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ ഈ 3 ഓഫീസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവരായിരുന്നു എന്ന് നമുക്ക് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്? Why God raised the prophets among the people of Israel? इस्राएलियों के बीच में परमेश्वर ने भविष्यवक्ताओं को क्यों खड़ा किया है എന്ന കാര്യത്തെ കുറിച്ചും കൂടെ 1-2 കാര്യങ്ങൾ വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് നല്ലതായിരിക്കും ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഒന്നാമത്തെ കാര്യം, why God arranged prophets? ദൈവം എന്തിന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു? 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. दो प्रत्येक बात के लिए परमेश्वर ने पुराने नियम में भविष्यवक्ताओं को खड़ा कर दिया. नंबर 1, according to the calculation and according to the program of everything happen in this world. നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 2-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ അർത്ഥം, അതിന്റെ കാരണം, दानियल की पुस्तक उसकी दूसरी अध्याय में दानियल खुद इस विषय को हमारे सामने जो पेश करते, എന്തിനാണ് ദൈവം പ്രവാചകന്മാരെ അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്? Why God raised the prophet of occasion and time?
ദൈവം എന്തിനാണ് കാലഘട്ട പ്രവാചകന്മാരെയും സമയപ്രവാചകന്മാരെയും എഴുന്നേൽപ്പിച്ചത്? നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അവിടെ കാണുന്ന ഈ രാജാക്കന്മാരുടെ കാലത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഈ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 21, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ള അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട തീംസ്. There are 2 important themes in relation to the prophets. ഭവിഷ്യദ്വക്താവോं के संबंध में there are 2 important themes. ഞാൻ സംക്ഷിപ്തമായിട്ട് ആ തീംസ് ഒന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, to establish according to the program of God. ദൈവത്തിന്റെ കാര്യപരിപാടിയും ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ കൃത്യതയുടെയും അടിസ്ഥാനത്തിൽ ദൈവം ഈ ലോകത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആസന്ന ഭാവിയിൽ ദൈവം ഒരു രാജ്യം സ്ഥാപിക്കും. और भविष्यकाल में परमेश्वर ने एक राज्य സ്ഥാപന करेंगे. ഞാൻ ആ വിഷയത്തെ കുറിച്ച് അടുത്ത ദിവസം വളരെ സവിസ്തരമായി പറയാം. ദ കിങ്ഡം ഓഫ് ഗാഡ്, ദ കിങ്ഡം ഓഫ് ഹെവൻ എന്ന 2 കൺസെപ്റ്റുകൾ ദൈവം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 2 വിഷയങ്ങളെ കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 43 അവിടെ ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് इसलिए परमेश्वर की राज्य तुम में से निकाल कर उसके फल देने वाला दूसरे एक राज्य को देगा. 43-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സോ ഓൾവേസ് ഗോഡ് ഹാസ് എ പ്രോഗ്രാം. परमेश्वर को इस प्रकार एक कार्यक्रम है अपने राज्य के संबंध में. ദൈവത്തിന് തന്റെ രാജ്യ സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നുണ്ട്. സോ ദ പ്രോഫറ്റ്സ് ഗോഡ് റൈസ് ടു എസ്റ്റാബ്ലിഷ് ടു സേ, ദൈവം തന്റെ രാജ്യത്തെ കുറിച്ച്, അതിന്റെ സ്ഥാപനത്തെ കുറിച്ച്, അതിന്റെ കാലഘട്ടത്തെ കുറിച്ച്, ഈ വിധമായ വിഷയങ്ങളെ കുറിച്ച് കാലാകാലങ്ങളായി ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി പോയിന്റ് ഓഫ് ദ റൈസ്ഡ് പ്രോഫറ്റ്സ്, ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതിന്റെ കാര്യം ടു സേ അബൌട്ട് ദ കിങ്ഡം പ്രോഗ്രാം, ദൈവത്തിന്റെ രാജ്യത്തെ സംബന്ധിച്ച്. പരമേശ്വർ കി രാജ്യ കെ ഖുദാ കി ബാദ്ശാഹിത്ത്, ദൈവരാജ്യ സംബന്ധമായ വിഷയങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്. ദൈവരാജ്യം എങ്ങനെയായിരിക്കണം, ദൈവരാജ്യം എന്തായിരിക്കണം, ദൈവരാജ്യത്തിന്റെ വളർച്ച എങ്ങനെയായിരിക്കണം, ദൈവരാജ്യത്തിന്റെ ഫലം എന്തായിരിക്കണം, ഈ വിധമായ വിഷയങ്ങളെയെല്ലാം പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തുവാനിടയായി. അതാണ് ഒന്നാമത്തെ ദൈവത്തിന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതിന്റെ ഫസ്റ്റ് ആൻഡ് പ്രൈമറി തിങ്. ഒന്നാമത്തെ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതിന്റെ ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. दानियल की पुस्तक उसकी दूसरी अध्याय की 21 वर्ष में അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ഹി വിൽ ചേഞ്ച് ടൈം ആൻഡ് സീസൺ. അവൻ സമയങ്ങളെയും കാലങ്ങളെയും മാറ്റുന്നവനാണ്. തെസ്സലോനിക്ക ലേഖനത്തിലും
വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 17 പരം പ്രാവശ്യം, more than 70 times God speak about the time, or 17 പരം പ്രാവശ്യം ദൈവം വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യം അനുസ്മരിപ്പിക്കുന്നുണ്ട്. സമയത്തെയും കാലത്തെയും കുറിച്ച്. परमेश्वर ने समय और काल खंड के बारे में आसपास 17 बार 17 പരം പ്രാവശ്യം സമയങ്ങളെയും കാലങ്ങളെ കുറിച്ചുമുള്ള കൃത്യത രേഖപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ അതിന്റെ കൃത്യത എന്താണെന്നും പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി എന്താണെന്നും ആ വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യം നമ്മൾ പഠിപ്പാനിടയായിത്തീരും. ഇങ്ങനെ 2 തരത്തിലുള്ള പ്രത്യേക കാര്യങ്ങളെ ദൈവം ലോകത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ ഓരോ കാലഘട്ടങ്ങളിലായി ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലൂടെ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ നിറവേറേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് ചരിത്രത്തിലൂടെ രണ്ടാമതായിട്ട് ദൈവം ചരിത്രത്തിലൂടെ the second part of the prophecy in relation to the history, ആദ്യ ഭാഗം പ്രവാചകത്വത്തിന്റെ അല്ലെങ്കിൽ the office of the prophecyയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സംക്ഷിപ്തമായി മാത്രമാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പ്രവാചക ഓഫീസിന്റെ രണ്ടാമത്തെ തീം, the second theme of the prophecy is in relation to history. ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, a God who work through history. इतिहास के द्वारा काम करने वाला एक परमेश्वर के बारे में पवित्र शास्त्र क्या बताते हैं उसके बारे में मैं आपके सामने पेश करना चाहता. നാം പഴയ നിയമം മൊത്തം പഠിക്കുമ്പോൾ when you study about the Old Testament and the secular history or the Bible history and the secular history, പഴയ നിയമ ചരിത്രവും വേദപുസ്തക ചരിത്രവും ലോക ചരിത്രവും കൂടെ നാം പഠിക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഹിസ്റ്ററി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം ചരിത്രങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഹിസ്റ്ററി. പരമേശ്വർ ഇതിഹാസ് ക പരമേശ്വർ. ദൈവം ചരിത്രത്തിന് അതീതനല്ല. ഗോഡ് വർക്ക് ഇൻ ഹിസ്റ്ററി. ദൈവം ചരിത്രങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുവാനിടയായിത്തീർന്നത്. ഉദാഹരണത്തിന് വേദപുസ്തക ചരിത്രത്തിലെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. പഴയ നിയമത്തിൽ ദൈവം മശിഹായെ വാഗ്ദത്തം ചെയ്തു. In Old Testament God promised Messiah. Genesis chapter 3 verse 15. പഴയ നിയമ ചരിത്രം മുഴുവൻ മശിഹായുടെ ചരിത്രമാണ്. പഴയ നിയമത്തിലെ ചരിത്രം മുഴുവൻ യേശു ക്രിസ്തു എന്ന മശിഹായെ കുറിച്ചും അവരിലൂടെ നടപ്പാകേണ്ട നിവർത്തിക്കേണ്ട റിഡംഷൻ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അതിനെ ജർമ്മൻ ഭാഷയിൽ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന വാക്കിങ്ങനെയാണ്, ഹെയിൽസ്ചക്ക് എന്നാണ്, അല്ലെങ്കിൽ ദ ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ. പഴയ നിയമ ചരിത്രത്തെ വിശുദ്ധ വേദപുസ്തകം പഠനം നടത്തുന്നത് ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ എന്നാണ്, അല്ലെങ്കിൽ ആ രക്ഷയുടെ ചരിത്രം എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അത് യേശു ക്രിസ്തു എന്ന വ്യക്തിയിലൂടെയാണ് വെളിപ്പെടേണ്ടത്. അതിന്റെ ഒരു പൂർണ്ണ രൂപം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ് നമുക്ക് തരുന്നത്. എ കംപ്ലീറ്റ് വിഷൻ, എ കംപ്ലീറ്റ് ഫിഗർ, എ കംപ്ലീറ്റ് നോളജ് നമുക്ക് ദാനിയേൽ പ്രവാചകനിലൂടെയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ മശിഹയെ കുറിച്ച് പറഞ്ഞ ആ വാക്യം ആദ്യ സന്താനത്തിലൂടെ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി നടപ്പാക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഹാബേലിന്റെ ഹത്യയിലൂടെ അവിടെ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായി. എന്നാൽ അതിനുശേഷം ദൈവം ശേത്തിലൂടെ ഒരു പുതിയ വഴി നടപ്പാക്കപ്പെട്ടു. ആ കാലത്ത്, അതുകൊണ്ടാണ് ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ, ജെനസിസ് ചാപ്റ്റർ 4:26 ആ കാലത്ത്, ഏത് കാലത്ത്?
മശിഹായെ കുറിച്ചുള്ള പ്രവചനം മങ്ങിയോ എന്ന് തോന്നത്തക്ക കാലഘട്ടത്തിൽ ദൈവം 34:26 ആ കാലത്ത് ദൈവം യഹോവയുടെ നാമത്തിലുള്ള ആരാധന നടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് 6-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനാകമാടെ വഷളായി. എന്നാൽ ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് പകരുവാനിടയായി തീർന്നു. അങ്ങനെ നോഹയിലൂടെ വരുവാനും 10-ാം തലമുറക്കാരിലൂടെ ദൈവം വികസിപ്പിച്ചെടുക്കുവാനും പിന്നീട് ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ നോഹയിലൂടെയുള്ള ആ തലമുറ വഷളായപ്പോൾ ദൈവം മറ്റൊരു പദ്ധതി നിറവേറ്റിയതായിട്ടും ഉൽപ്പത്തി 17-ാം അധ്യായം 12-ാം അധ്യായം ഒക്കെ വരുമ്പോൾ ദൈവം അതിന്റെ മറ്റൊരു അബ്രഹാമിലൂടെ നിറവേറുന്നതായിട്ടും 24-ാം അധ്യായത്തിന്റെ 60-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നുണ്ട്. അവിടെ റിബേക്കയോട് മശിഹായെ കുറിച്ചുള്ള പ്രവചനം ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനത 1000-1000-ആയി വർദ്ധിക്കുമെന്നും ദൈവത്തിന്റെ അധികാരം നടത്താൻ ലോകരക്ഷകനെ ഇസ്രായേലൂടെ വാഗ്ദത്തം ചെയ്യുമെന്നും ഉള്ള ഒരു പ്രവചനം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ജെനസിസ് ചാപ്റ്റർ 49 അതിന്റെ 49-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ ഒരു പ്രവചനം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്: അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നീങ്ങിപ്പോകയില്ല. അപ്പോൾ ഈ പ്രവചനം പഴയ നിയമത്തിലെ പ്രവചനമായ ഒരു രേഖയായി ദൈവം കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ യഹോവയായ ദൈവം ഇസ്രായേലിന് ഒരു രാജത്വം ഉണ്ടാകുമെന്നും മശിഹായിലൂടെ രാജ്യം സ്ഥാപിക്കുമെന്നും പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഒന്നാമത്തെ ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ദ ഗോഡ് ഹൂ ഈസ് വർക്കിംഗ് ത്രൂ ഹിസ്റ്ററി, ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം. 2, ഗോഡ് ഈസ് വർക്കിംഗ് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം ഓർ എവറിത്തിങ് ഹാപ്പൻ. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് ലോകത്തിലെ സകല കാര്യങ്ങളും നിറവേറ്റുന്നത്. ആ പദ്ധതി നിറവേറ്റുവാൻ ദൈവത്തിന്റെ കാലഘട്ട ക്ലോക്കായി ओ बात को दुनिया को प्रस्तावित करने को खुदा ने ദൈവം സ്ഥാപിച്ചു വെച്ച ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഘടികാരമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്ന വസ്തുത ലോകത്തെ അറിയിക്കുവാൻ ദൈവം ലോകത്തിൽ സ്ഥാപിച്ച കാല ഘടികാരമാണ് യഹൂദൻ. അപ്പോൾ യഹൂദന്റെ വളർച്ച, തളർച്ച, അവന്റെ വികാസം, ദ സ്കോപ്പ്, ദ ഡെവലപ്മെന്റ്, ദ പ്രോഗ്രസ് ഓൺ ഓൾ ദീസ് തിങ്സ് ഇൻ റിലേഷൻ ടു ദ ജൂയിഷ് പീപ്പിൾ. യഹൂദന്മാരുടെ വളർച്ച, തളർച്ച, സ്കോപ്പ്, ഇതെല്ലാം കാണിക്കുന്നത് ദൈവം താൻ പദ്ധതി ഒരുക്കിയ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാനും നിയമിക്കുവാനും ദൈവം ഒരു ജാതിയ ലോകത്തിൽ സ്ഥാപിച്ചു വച്ചിട്ടുണ്ട്. ആ ജാതിയുടെ പേരാണ് യഹൂദൻ എന്ന് പറയപ്പെടുന്നത്. അതാണ് ദാനിയേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ചാർട്ട് സഹിതം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു. അങ്ങനെ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്നവനാണ്. ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ ചരിത്രങ്ങൾക്കും പിന്നിൽ ദൈവത്തിന്റെ പ്രത്യേക കരമുണ്ട്, ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശമില്ലാതെ ലോകത്തിൽ ഒരു കാര്യങ്ങളും നടക്കപ്പെടുന്നില്ല. രണ്ടാമതായി 2 കാര്യങ്ങൾ അങ്ങനെയാണ് ചരിത്രത്തിലൂടെ. ഈ ചരിത്രത്തിന്റെ ഇടയ്ക്ക് എല്ലാ ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്ത് ദൈവം പ്രത്യേക വ്യക്തികളെയും സമൂഹങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ
വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രത്യേകാൽ സ്പെഷ്യലൈസ്ഡ് ഉപയോഗിക്കപ്പെട്ട ഒരു പ്രത്യേക കൃപയാണ് ദൈവസഭ എന്ന് പറയപ്പെടുന്നത്. That means in relation to the history or in between the history of the world and in between the history of the Jewish people, യഹൂദന്മാരുടെ ചരിത്രവും അതുപോലെ ലോക ചരിത്രത്തിൻ്റെയും ഇടയിൽ വളരെ ശ്രേഷ്ഠമായി ദൈവം ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് സഭ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ നാം 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ 3 സമൂഹമുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 11:30 യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഈ 3 ഗ്രൂപ്പ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിലുണ്ട്. 3ഉം അതിൻ്റെതായ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് പറയുന്നത്. വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അക്ഷരീകമായിട്ടും ആത്മീകമായിട്ടും സിംബോളിക്കായിട്ടും ആലങ്കാരികമായിട്ടും ഉള്ള അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. വേദപുസ്തകത്തിലെ വിഷയങ്ങൾ നാം അക്ഷരീക അർത്ഥമുണ്ട്, ലിറ്ററൽ മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ വിഷയങ്ങൾക്ക് ആത്മീക അർത്ഥമുണ്ട്. ഒന്ന്, വേദപുസ്തകത്തിലെ വിഷയങ്ങൾക്ക് ബിംബപ്രതിബിംബമായി പറയുന്നുണ്ട്, സിംബോളിക്കായി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഗറായി വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലാണ് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ നടപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് ചരിത്രത്തെ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ ചരിത്രം എന്താണെന്ന് നമുക്കടുത്ത ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായി തീരട്ടെ. ഒന്ന്, ദൈവം ചരിത്രത്തിന്റെ ദൈവമാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഒന്ന്, ഗോഡ് ഈസ് സോവറിൻ ഗാഡ്. ഒന്ന്, ദൈവം സർവാതിശായിയായ സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവമാണ്. ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമാകാത്ത ഒരു രാജ്യമോ ഒരു രാഷ്ട്രീയ നിർമ്മാണമോ ലോകത്തിൽ നടക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്, അത്തിയെ നോക്കി ഒരു ഉമവടിപ്പീൻ, അത്തിയെ നോക്കി ഒരു ഉമവടിപ്പീൻ. അതിന്റെ 32-ാം വാക്യം, മാത്യു ചാപ്റ്റർ 24:32. അത്തിയെ നോക്കി ഒരു ഉമവടിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നത് നിങ്ങൾ അറിയില്ല. സിംബോളിക് റിലേഷൻസ്. ഭാവികാലത്തെ കുറിച്ച് കർത്താവ് ഒരു രാജ്യത്തെ സംബന്ധിച്ചാ പറയുന്നത്. ആ രാജ്യത്തെ സംബന്ധിച്ച് 21-ാം അധ്യായത്തിൽ ഒരു അത്തിവൃക്ഷത്തെ കർത്താവ് ശപിച്ചതായി കാണാം. ആ അത്തിവൃക്ഷം സിംബോളിക്കായ യഹൂദനെ കുറിച്ചാണ്. അവർ മശിഹ രാജ്യത്തിന്റെ ആത്മീക അർത്ഥം ഉൾക്കൊള്ളുവാൻ ആ കാലഘട്ടത്തിൽ തയ്യാറാകാത്തതിനാൽ, അതിന്റെ ഫലം കൊടുക്കാത്തതിനാൽ ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. എന്നിട്ട് അടുത്ത കർത്താവ് 24-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതേ അത്തിവൃക്ഷം സിംബോളിക്കായി പറയുകയാണ്, അത്തിയെ നോക്കി രുമടിപ്പീൻ, അതിന്റെ കൊമ്പയുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തെത്തി. There is a symbolic meaning of this nation. ഈ രാജ്യത്തെ കുറിച്ച് പറയുന്ന ഒരാലങ്കാരിക ഭാഷയാണ്. അതുകൊണ്ട് പ്രവാചക പുസ്തകങ്ങൾക്കൊരു ഭാഷയുണ്ട്, പ്രവാചക വിഷയങ്ങൾക്ക് ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാതെ ഇരുന്നാൽ പലപ്പോഴും പ്രവചന വ്യാഖ്യാനം തെറ്റിപ്പോകാനിടയായിരിക്കും. അപ്പോൾ ഒന്ന്, ഗോഡ് ഈസ് സോവറിൻ ഗാഡ്, സർവാതിശായിയായ ദൈവം. ദൈവം പ്രവർത്തിക്കുന്ന 2 രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്ന് സിംബോളിക് അല്ലെങ്കിൽ ആലങ്കാരിക ഭാഷയിൽ, 2 ലിറ്ററലായിട്ട് ദൈവം സംസാരിക്കും. 21-ാം അധ്യായത്തിൽ കർത്താവ് എങ്ങനെയാണ് സിംബോളിക് അല്ലാതെ സംസാരിക്കുന്ന? 43-ാം വാക്യം. അതുകൊണ്ട് ദൈവരാജ്യം, അത് നേരിട്ട് കർത്താവ് സംസാരിക്കുക. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. മാത്യു 21:43.
ഇത് കർത്താവ് നേരിട്ട് പറയുക, മറ്റൊന്ന് സിംബോളിക്കായി. അപ്പോൾ ഈ രണ്ട് ഭാഷകളും വ്യക്തമായി മനസ്സിലാക്കാതെ ഇരുന്നാൽ പ്രവാചക വിഷയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഞാൻ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം നമുക്ക് നാളെ ബാക്കി വിഷയങ്ങൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഒന്ന്, ദൈവം സോവറിൻ ഗോഡാണ്. രണ്ടാമതായി, ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രമേ സംഭവങ്ങൾ നടക്കുകയുള്ളൂ. അതെന്താണെന്ന് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ പ്രവചനം, ഗോഡ് സെഡ്, അക്കോർഡിംഗ് ടു വാട്ട് ഗോഡ് സെഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ദൈവം പറഞ്ഞതുപോലെ അല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് മുൻപിൽ തുറന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം സകലത്തെയും ഭരിക്കുന്നവൻ, ദൈവം സർവ്വസോവറിൻ ഗോഡ്. രണ്ട്, ദൈവം ചരിത്രങ്ങളുടെ ദൈവമാണ്. സമയം, കാലം, കാലഘട്ടങ്ങൾ എല്ലാം ദൈവം പറയുന്ന പോലെ നടക്കത്തുള്ളൂ. വരും ദിവസങ്ങളിൽ ബാക്കി വിഷയങ്ങൾ കണ്ടിന്യൂ പഠിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ ജനത്തെ സഹായിക്കണം. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.